ഇന്നെങ്ങട്ടാ പോണേ? എന്തിന്? അതന്നെ എനിക്കിഷ്ട സൂചിത്താ. അപ്പം ഇന്നൊരു സൂചി കുത്തൽ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. തേജുവിന് 9ാം മാസത്തിലെ സൂചി വെപ്പാണ്. പക്ഷെ അത് 10ാം മാസത്തിലാണ് കുത്തിവെക്കലെന്ന് ആശാ വർക്കർ പറഞ്ഞത്. 10ാം മാസത്തിൽ സൂചി വെപ്പിന് പോവുകയാണ്. കൂടാതെ കാശിക്ക് ജപ്പാൻ ചുരത്തിൻ്റെ കുത്തിവെപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. ഇനി ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട്. വേറെ കുടമില്ലാത്തതുകൊണ്ട് ഞാൻ തേജുവിൻ്റെ ടർക്കി കാശിനോട് തലയിൽ ചൊല്ലിയിട്ട് പോയിക്കുമെന്ന് പറഞ്ഞതാണ് കേട്ടോ. 1.5 പിന്നെ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് കാശി പിന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ടില്ല. അപ്പം അതിൻ്റെ വേദന അറിയാത്തതുകൊണ്ടാണ് ആൾ ഈ ഇഞ്ചക്ഷൻ എന്താ അറിയില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പോവുകയാണ് ഡോക്ടറെ കാണിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സബ് സെൻ്റർ കേട്ടോ ഇവിടെ പാടത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ പാടത്തിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾ അമ്പലം കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോന്നു കേട്ടോ. വന്ന പാടെ ഞാനെന്തത് രണ്ടാൾക്കും കഞ്ഞി കൊടുത്ത് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആശാ വർക്കർ പറഞ്ഞിരുന്നു മോന് അര കഷ്ണത്തിലും ചെറിയോന് 1/4 ഭാഗം പാരസെറ്റമോൾ ഗുളിക കൊടുക്കണമെന്ന്. വന്ന പാടെ രണ്ടാൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാൾക്ക് പനി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നോ ചോദിച്ചപ്പോൾ ആ വേദന ഉണ്ടായിരുന്നു, ഇനി ഇഞ്ചക്ഷൻ അടിക്കണോ ചോദിച്ചപ്പോൾ വേണ്ട എന്നുള്ള കഥ കേട്ടോ പറയണേ.